ലോകത്തിന്റെ താളം ക്രമമാകെ മാറി. ഇവിടെ ഇരുന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് പറയുന്നത് പോലെയോ അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയുന്നത് പോലെയോ ഒന്നുമല്ല. ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അനുഭവിക്കുകയാണ്. നമ്മുടെ സകല പ്രവർത്തനങ്ങളിലും ഇതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയന്ത്രണം അതിശക്തമാണ് എന്ന് നമ്മയൊക്കെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്ന, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഈ അവസ്ഥകളെ കാണേണ്ടത്. ഒരു മുഅ്മിനിന് ഇതൊക്കെ നേരിടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അവനൊരു രോഗം വന്നാൽ, പരീക്ഷണങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവന്റെ ഈമാനിന്റെ ഭാഗമായി അവനത് ക്ഷമിക്കുന്നു. കേവലം ക്ഷമിക്കുക മാത്രമല്ല, അടുത്തൊരു പ്രതിസന്ധി, ഒരു പരീക്ഷണം നേരിടാനുള്ള ഈമാനികമായ കരുത്ത് അതിലൂടെ ലഭ്യമാകുന്നു ദുനിയാവിൽ. ആഖിറത്തിലാണെങ്കിലോ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അളവറ്റ പ്രതിഫലം ആഖിറത്തിൽ നിന്ന് മുഅ്മിൻ നേടിയെടുക്കുകയും ചെയ്യും. ഇനി ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലോ അവൻ ആ സന്തോഷത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു. നന്ദി കാണിച്ചാലോ ദുനിയാവിൽ ആ നന്ദിക്ക് പകരമായി അള്ളാഹു വീണ്ടും വീണ്ടും സന്തോഷങ്ങൾ കൊടുക്കുന്നു. ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം വർദ്ധിച്ച തോതിൽ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ഇതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേതെങ്കിലും ആളുകളെ കുറിച്ചാവരുത്, നമ്മെ കുറിച്ചാകണം. എന്ത്? അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം, ഒരു മുഅ്മിനായ വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കാര്യം അത്ഭുതകരമാണ്. എന്താണത്? ഇദാ അസ്വാബതുഹു സറാഉ ശകർ, സന്തോഷമുണ്ടായാൽ അല്ലാഹുവിന് അവൻ നന്ദി ചെയ്യും. വഇദാ അസ്വാബതുഹു ലറാഉ സബർ, ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിലവൻ ക്ഷമിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് കാണുന്ന ഈ പരീക്ഷണം, ഇതൊരു പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയായിട്ടാവാം അനുഭവിക്കുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു നമ്മെ പരിശോധിക്കുകയാവാം. അതല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൗതിക ലോകത്ത് നമ്മെ ഓരോരുത്തരെയും സംസ്കരിക്കാൻ, സ്ഫുടം ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാകാം നമ്മൾ അനുഭവിക്കുന്ന ഓരോ പരീക്ഷണങ്ങളെയും നിശ്ചയിച്ചിട്ടുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ഖുർആനിൽ പറയുന്നുണ്ട്. ലിയബ്ലുവക്കും, ഈ ഭൗതിക ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളെ പരിശോധിക്കുവാനാണ്. എന്ത് പരിശോധിക്കാൻ? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഇതൊക്കെ അനുഭവിച്ചിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പ്രധാനമായും ജീവിതത്തിന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഈമാനികമായ കരുത്ത് നേടുന്നവരാകണം നമ്മൾ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരാകരുത്. നമ്മുടെ അമലിന്റെ ഒട്ടനേകം വാതിലുകൾ അടക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ വർഷവും നമുക്കിടയിൽ നിന്ന് എത്രയോ പേർ ഹജ്ജിന് പോകാറുണ്ട്, ഉംറക്ക് പോകാറുണ്ട്. ഒരു വർഷം നമുക്കിടയിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയാൽ തന്നെ അതിന്റെ ഗുണം അയാളുടെ കുടുംബത്തിന്, അയാളുടെ നാട്ടിന്, അയാൾ യാത്ര ചെയ്യുന്ന പ്രദേശങ്ങൾക്കൊക്കെ ലഭ്യമാകും. സംശയമില്ല ആ കാര്യത്തിൽ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ
അയാളുടെ കാര്യം മാത്രമല്ലല്ലോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അവൻ മുഅ്മിനീങ്ങൾക്കിടയിൽ ഒരു പ്രതിനിധിയാണ്. എല്ലാവർക്കിടയിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു നയതന്ത്രജ്ഞനെ പോലെ പോകുന്ന ആളാണ് ഒരു ഹാജി. ആ ഹജ്ജിന്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ അടക്കപ്പെട്ടു കഴിഞ്ഞു. 2 വർഷങ്ങളായി നമുക്കിടയിൽ നിന്ന് ഹജ്ജിന് പോകാൻ കഴിയുന്നില്ല, ഉംറക്ക് പോകാൻ കഴിയുന്നില്ല. പള്ളികളിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ടു, നിർബന്ധിതരായി പള്ളികൾ നമ്മൾ അടച്ചിടേണ്ടി വന്നു. ആ പള്ളികളിൽ പ്രവേശിക്കുവാൻ ഇന്നും നമുക്കൊരുപാട് തടസ്സങ്ങളാണ്. മുമ്പ് അടുത്തടുത്തടുത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചിരുന്ന നമുക്ക് അകന്നുപോലും നിൽക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഇത് ഓരോരുത്തരും ഓരോന്നും അള്ളാഹു നമ്മെ പരീക്ഷിക്കാനുള്ള ഓരോ മാനദണ്ഡമായി നിശ്ചയിച്ച്, ആ പരീക്ഷണത്തിൽ ഇങ്ങനെയാകുമ്പോൾ നീ എങ്ങനെയാണ് ഈമാനികമായ ശക്തി നേടുന്നത്, ഈ ഒരവസ്ഥ നിനക്ക് നൽകിയാൽ നീ എങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കുന്നത്, ജുമഅയുടെ കാര്യത്തിൽ ഈ നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കർമ്മം നീ നിർവഹിക്കുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പരീക്ഷിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെയൊക്കെ നമ്മൾ കാണേണ്ടത്, മുഅ്മിനീങ്ങളായ നമ്മൾ കാണേണ്ടത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഉറൂസ് നടത്തുക? അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം പോലെ നമ്മൾ ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടത് വഅന്ത സ്വഹീഹുൻ ശഹീഹ്. നീ സ്വതക്ക ചെയ്യ. എപ്പോ? ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നീ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ്, നീ രോഗിയാണ്. അപ്പോ ഇനിയിപ്പോ ഏതായാലും ഈ പൈസ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമൊന്നുമില്ല, ഏതായാലും കുറച്ച് സ്വതക്ക കൊടുത്ത് കളയാം, പ്രായമായാലല്ല കൊടുക്കേണ്ടത്. ആ സമയത്ത് കൊടുക്കേണ്ടെന്നല്ല, കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് എപ്പോഴാണ്? വഅന്ത സ്വഹീഹുൻ, നീ നല്ല ആരോഗ്യമുണ്ടാകുന്ന സമയത്താണ്, നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്താണ്, എന്തും ചെയ്യാൻ നിന്റെ മനസ്സ് ചിന്തിക്കുന്നിടത്തേക്ക് നിന്റെ ശരീരമെത്തുന്ന നിനക്ക് ആരോഗ്യമുണ്ടാകുന്ന സമയത്താണ് നീ നിന്റെ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് സ്വതക്ക ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴാണ്? വഅന്ത സ്വഹീഹുൻ ശഹീഹ്, നിനക്ക് മനസ്സിൽ വല്ലാതെ പിശുക്ക് തോന്നുമ്പോഴാണ്. പടച്ചോനെ ഇത് കൊടുത്താൽ തീർന്നു പോകും, അപ്പോഴാണ് നീ എടുത്തു കൊടുക്കേണ്ടത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാരണം അത് രണ്ടും ഭയങ്കര പരീക്ഷണാണ് അള്ളാഹുവിന്റെ. ആരോഗ്യമുള്ള സമയം നല്ല പരീക്ഷണത്തിന്റെ സമയമാണ്. സൗകര്യമുള്ള സമയം അത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ വലിയൊരു സമയമാണ്. എങ്ങനെ? ഇങ്ങനത്തെ ഒരവസ്ഥ നിനക്ക് വന്നാൽ എങ്ങനെയാണ് നീ അള്ളാഹുവിന് വഴിപ്പെടുന്നത് എന്നതാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഈ വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയുടെ പ്രശ്നമേ ഉണ്ടാകാൻ പാടില്ല. നിരാശപ്പെടാം, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ, അതൊക്കെ ഒരു നിരാശയുടെ ഭാഗമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹുവിൽ നിന്ന് ആശ മുറിയുക, അതല്ലെങ്കിൽ നിരാശരാവുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാകുന്നു എന്ന് നമ്മളാരും സാധാരണ അത് എണ്ണാറില്ല. എന്തുകൊണ്ട്? ഒരാള് ഇനി എനിക്കിതിൽ നിന്ന് യാതൊരു മോചനം ഉണ്ടാവില്ല, എന്റെ കാര്യം തീർന്നു, ഇനി പടച്ചോനും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വിചാരിക്കൂല, ആ രീതിയിലൊക്കെ ഇങ്ങനെ ചിന്ത കാട് കയറി പോവുമല്ലോ. അപ്പൊ നമ്മളിപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഇനിയിപ്പോ പടച്ചോനത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഒപ്പിക്കായിരിക്കും ഉണ്ടാവുക. ഈ രീതിയിലുള്ള വർത്തമാനങ്ങളോ സംസാരങ്ങളോ നിരാശയുടെ ഭാഗമായിട്ടുണ്ടാകുന്നത് വലിയ പാപമാണ് എന്ന് മഹാന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തേ കാര്യം? ആ വ്യക്തി അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ വ്യംഗ്യമായി നിഷേധിക്കുന്ന ആളാണ്. ഖാദിറായ അള്ളാഹു, എല്ലാം കഴിയുന്നവനായ അള്ളാഹു. നിരാശനാകുന്ന ഒരാള് അള്ളാഹുവിന്റെ ആ ഖുദ്റത്തിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നില്ല.
അല്ലാഹു തആല റഹ്മാനാണ്. അല്ലാഹു എല്ലാവർക്കും അവന്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് നൽകുന്നവനാണ്. ആ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നാണ് അവൻ മോശമായി അവൻ വ്യംഗ്യമായിട്ടാണെങ്കിലും ആശമുറിയുന്നത്. ഇങ്ങനെ അല്ലാഹു തമ്പുരാൻ അവന്റെ ഓരോ റസ്സാഖായ അല്ലാഹു, റാസിഖായ അല്ലാഹു, ഖദീറായ അല്ലാഹു, എല്ലാം നൽകുന്നവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ആശമുറിയേണ്ടതില്ല. അവൻ ഒരിക്കലും ഈ ഐഹിക ലോകത്തെ ഒരു പ്രതിസന്ധിയിലും അവൻ നിരാശനാകേണ്ടതില്ല. അല്ലാഹു നമുക്കൊക്കെ നല്ല മനക്കരുത്ത് തരട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഭൗതിക ലോകത്തിന്റെ ഒരു ക്രമം തന്നെ അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഒക്കെ പ്രതീക്ഷയായിട്ടാണ് കാണുന്നത്. വല്ലൈലി ഇദാ അസ്അസ്, രാത്രി, ആ രാത്രി ഇങ്ങനെ പതുക്കെ ഉൾവലിയുകയാണ്. എന്നാൽ രാത്രിയിലെ ഇരുട്ടുമായിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോ എല്ലായിടത്തും ഇരുട്ട്, ഒന്നും കാണാനില്ല. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം ഇങ്ങനെ പതുക്കെ പതുക്കെ വികസിക്കാൻ പോവാൻ. അപ്പൊ രാത്രിയായാൽ വെളിച്ചം വരാനുണ്ട്, നല്ല വെയിലാണ്, ശക്തമായ ചൂടാണ്, ഒരു തണൽ അപ്പുറത്ത് വരാനുണ്ട്, ഒരു വലിയ കയറ്റമാണ്, അത് കയറിക്കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു ഇറക്കമുണ്ട്. ഈ രീതിയിലാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഷയങ്ങളെയും സമീപിക്കേണ്ടത്. അത് പള്ളിയുടെ കാര്യമാണെങ്കിലും മദ്രസയുടെ കാര്യമാണെങ്കിലും സ്കൂളുകളുടെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടത് ഇതിനൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു യുസ്ർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു എളുപ്പം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മാറി സമാധാനവും ശാന്തിയും ഉണ്ടാകുന്ന ഒരു ഘട്ടം വരാനുണ്ട്. ഈ ഒരു മനസ്സോടെയാണ് ഈ സാഹചര്യങ്ങളെയെല്ലാം നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിരുന്നു വിദേശത്തുള്ള ജോലികൾ, വിദേശത്തുള്ള കച്ചവടങ്ങൾ, നാട്ടിലുള്ള വ്യവസായങ്ങൾ. അള്ളാഹുവിന്റെ പരീക്ഷണം പലതും പലതും തകർന്ന് തരിപ്പണായി പോയി. ഒരുപാട് ആളുകൾ വലിയ കടക്കണിയിലായി പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ ഖുർആനിൽ എല്ലാ നബിമാരുടെയും കഥകൾ പറയുന്നതിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശങ്ങളിലൊന്ന് ആ പ്രവാചകന്മാർക്ക് ഒരിക്കലും നിരാശ ബാധിച്ചിട്ടില്ല എന്നതായിരുന്നു. നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്. എല്ലാ പ്രവാചകന്മാരുടെയും കഥകളുടെ ഓരോ സംഭവങ്ങളുടെയും ഇടയിൽ കാണാൻ കഴിയുന്നത് ഇനി രക്ഷയില്ലാത്ത ഒരു ഘട്ടത്തിൽ, ഭൗതികമായ ഒരു കാരണം കൊണ്ടും ഇനി മോചനമുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു അത്ഭുതകരമായ രീതിയിൽ രക്ഷ നൽകുന്ന, സമാധാനം നൽകുന്ന അനുഭവങ്ങളാണ് ഖുർആനിന്റെ സംഭവ കഥകളിലുള്ളത്. ചിന്തിച്ചു നോക്കൂ. അതുപോലുള്ള ഒരുപാട് ഘട്ടങ്ങൾ നമുക്കും വരും. ഉദാഹരണമായി മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഖുർആനിൽ അല്ലാഹു പറയാണ്, നബിയെ നിങ്ങൾക്ക് കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ ഇതാ ഞാൻ പറഞ്ഞു തരുന്നു. അഹ്സനുൽ ഖസസ് എന്നാണ് യൂസുഫ് നബിയുടെ കഥയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥക്ക് അഹ്സനുൽ ഖസസ് എന്ന് പറയുന്നത്? യൂസുഫ് നബിയുടെ കഥയുടെ ഓരോ ഘട്ടത്തിലും ഇനി അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്ന ഘട്ടമാണ്. ഇതുപോലെ ചെറിയ ബാലനായ യൂസുഫ് നബിയെ പിതാവിൽ നിന്ന് വഞ്ചനയിലൂടെ അത് അടർത്തിയെടുത്തിട്ട് സഹോദരന്മാർ കൊണ്ടുപോയി കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ്. എന്താണ്ടായത്? യൂസുഫ് നബി അലൈഹിസ്സലാം വിളിക്കുന്നുണ്ട് അല്ലാഹുവിനെ, യാ ഹയ്യു യാ ഖയ്യൂം. യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ആ അല്ലാഹുവിനോടുള്ള ആ വിളിയാളം യൂസുഫ് നബി അലൈഹിസ്സലാം വിളിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്,
താങ്കൾ ആ വിളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ അർശിന്റെ മുകളിലായിരുന്നു. ആ വിളി താങ്കൾ എന്നെ വിളിച്ചപ്പോഴേക്ക് ഞാൻ കിണറിൽ അങ്ങ് എത്തുന്നതിന്റെ മുമ്പ് ഞാൻ കിണറിലേക്ക് എത്തിയെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ. മനസ്സിലായില്ല? ജിബ്രീൽ അലൈഹിസ്സലാം അർശിന്റെ മുകളിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോ യൂസുഫ് നബി യാ ഹയ്യു യാ ഖയ്യൂം എന്ന് വിളിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബി കിണറ്റിലെത്തുന്നതിന് മുമ്പ് താഴേക്ക് എത്തിപ്പോയി. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇത് മാത്രാണോ? وجاءت سيارة فأرسلوا واردهم فأدلى دلوه. സാധാരണ ആ കിണറിന്റെ സമീപത്തുകൂടെ കച്ചവടക്കാർ യാത്ര ചെയ്യാറില്ല. എന്നാൽ അന്ന് ഒരു കച്ചവട സംഘം അങ്ങോട്ട് വന്നു. അവർ വന്നുവെന്ന് മാത്രമല്ല, അവരിൽപ്പെട്ട ഒരാൾ വെള്ളമെടുക്കാൻ വേണ്ടി ആ കിണറിന്റെ സമീപത്തേക്ക് വന്നു. ആ കിണറ്റിലേക്ക് അയാൾ തന്റെ ബക്കറ്റിനെ താഴ്ത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ രക്ഷ എന്താണ്? ആ ബക്കറ്റിൽ യൂസുഫ് നബി അലൈഹി സ്വലാം കയറിയിരിക്കുന്നു. ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം. അയാൾ വിളിച്ചു പറയുന്നു, ആനന്ദമേ, ഇതാ ഈ ബക്കറ്റിൽ ഇതാ ഒരു ബാലൻ, ഇതാ ഒരു സുന്ദരനായ ബാലൻ. അവരോടി വന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാർ എന്താണ് സഹോദരന് പറ്റിയത് എന്നറിയാൻ അവിടെയുണ്ട്. അവർ യൂസുഫ് നബിയെ ഒരു ചരക്കാക്കി, ഒരു കച്ചവട വസ്തുവാക്കി രഹസ്യമാക്കി വെച്ചു. അങ്ങനെ അവർ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കച്ചവടം ചെയ്യുന്നു. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ. ആ കിണറിന്റെ ഏകാന്തതയിൽ ആരും അറിയാതെ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ട പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കിണറിൽ നിന്ന് ഒരു സംഘത്തിന്റെ കയ്യിലേൽപ്പിച്ച് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ പറയേണ്ടതില്ല. ഇങ്ങനെ പിന്നെ അവിടെ പോകുന്നു, ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഈമാനികമായ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നു. അതെന്താണ്? തനിക്ക് അഭയം നൽകിയിരുന്ന അസീസ് രാജാവിന്റെ ഭാര്യയായ സുലൈഖ യൂസുഫ് അലൈഹിസ്സലാമിൽ അനുരുക്തനായി വാതിൽ കൊട്ടിയടച്ചു. വാതിൽ കുറ്റിയിട്ട് യൂസുഫും സുലൈഖയും മാത്രം. വറാവദത്ഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ്. ഈ ഒരു അനുരുക്തയായ ഈ സ്ത്രീ വാതിൽ കുറ്റിയിട്ടു. വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതലക്. എന്റെ ഇംഗിതം നിറവേറ്റാൻ എന്റെ അടുക്കൽ വാ. ആരും അറിയില്ല. പക്ഷേ അല്ലാഹു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തി. ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായി. എന്റെ യജമാനൻ എനിക്ക് ഉജ്ജ്വലമായ താമസ സംവിധാനം ഒരുക്കി തന്നയാളാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അതിക്രമികളായ ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല. ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഓരോ ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മാത്രമല്ല, വാപ്പയായ അയ്യൂബ്, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമും അള്ളാഹുവിലുള്ള ഈ പ്രതീക്ഷയാണ് പങ്കുവെച്ചത്. മകൻ നഷ്ടപ്പെട്ടു, ഒരു വിവരവുമില്ല. തന്റെ മക്കൾ തന്നോട് വഞ്ചന കാണിച്ചോ എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം സംശയിക്കുന്നു. പക്ഷേ മകന്റെ വിവരമൊന്നുമില്ല. കണ്ണീരൊഴുക്കി കണ്ണുകൾ നിറഞ്ഞു. ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സങ്കടവും എന്റെ വ്യസനവും ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് വേവലാതിയായി പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഇനി ഒരു രക്ഷയുമില്ല എന്ന് കാണുമ്പോ, നിരാശയോടെ നമ്മുടെ കണ്ണുകൾ തളർന്നു പോകുമ്പോ, മനസ്സ് വല്ലാതെ പതറിപ്പോകുമ്പോ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മുഴക്കിയ ആ മന്ത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി വരേണ്ടതുണ്ട്. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റാഹിമീൻ. ഏറ്റവും ഉത്തമനായ സംരക്ഷകൻ അല്ലാഹുവാണ്. ജോലി നഷ്ടപ്പെട്ടേക്കാം,
തൊഴിൽ ഇല്ലാതെയായേക്കാം, വ്യവസായം തകർന്നു പോയേക്കാം, ഒരുപക്ഷെ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കത്തിപ്പോയേക്കാം, അല്ലെങ്കിൽ ശാരീരികമായി അപകടങ്ങളോ അവശതയോ വന്നേക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾ നിരാശനാകുന്നില്ല. ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ വഹുവ അർഹമുർ റാഹിമീൻ. പാഠങ്ങൾ ഒരുപാടാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് രണ്ടാമത് പറഞ്ഞേക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമുക്ക് വലിയ പാഠാണ്. എനിക്ക് നിരാശയൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയല്ല, അതിനെന്താണോ മാർഗം അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. ഏതാണോ അതിനെ അതിജയിക്കാനുള്ള മാർഗം? സ്കൂളുകൾ അടക്കപ്പെട്ടപ്പോൾ, മദ്രസകൾ ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നപ്പോൾ ഉസ്താദുമാർ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു ഓൺലൈനായി ക്ലാസ് തുടങ്ങി, പുതിയ സംവിധാനങ്ങൾ ഒരുക്കി. അതിന്റെ ഒരു മാർഗമാണ്. എല്ലാം തകർന്നു പോയാൽ അതിനെ എങ്ങനെ അതിജയിക്കാം, അതിനെ എങ്ങനെ മറികടക്കാം? യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ പറഞ്ഞേക്കുകയാണ് ഈജിപ്തിലേക്ക്. യാ ബനി യദ്ഹബൂ, മക്കളെ നിങ്ങൾ ഈജിപ്തിലേക്ക് പോവുക. ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി, നിങ്ങൾ യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരനായ ബിന്യാമിനെയും നിങ്ങൾ അന്വേഷിക്കണം. യൂസുഫ് അവിടെ ഉണ്ട് എന്ന വിവരം സഹോദരന്മാർക്കോ യാക്കൂബ് നബിക്കോ ആ സമയത്ത് അറിവ് കിട്ടിയിട്ടില്ല. എന്നാലും പറയാണ്, നിങ്ങൾ നിരാശരാവാതെ നിങ്ങൾ അന്വേഷിക്കണം. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയമായും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകുന്നത് നിഷേധികളായ ആളുകൾ മാത്രമാണ്. ഹബീബായ പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നിങ്ങളിങ്ങനെ ലോകം അവസാനിക്കാറായി എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്, ഉറച്ചു, ഇനി ലോകത്ത് യാതൊരു രക്ഷയുമില്ല, കാറ്റടിക്കാൻ തുടങ്ങി, ഭൂമി കുലുങ്ങാൻ തുടങ്ങി. റസൂലുള്ള പറയാണ്, വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ തണ്ട് ഉണ്ട് എങ്കിൽ, നടാൻ പറ്റിയ ഒരു ഈത്തപ്പനയുടെ ഒരു പച്ച കഷ്ണം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ, അതിനെ അവൻ നട്ടുപിടിപ്പിക്കട്ടെ എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ മാനസികമായ ഒരു കരുത്തായി നമ്മൾ കാണേണ്ട കാര്യം. എനിക്കൊന്നും ഇനി നേടാനില്ല എന്നുള്ളതല്ല, എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല. ഹബീബായ പ്രവാചകന്റെ മറ്റൊരു വചനമാണ്, നിങ്ങൾ ഈ ഐഹിക ലോകത്ത് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലാ തമൂതു അബദാ, നിങ്ങൾ ഒരിക്കലും മരിക്കുകയേ ഇല്ല എന്ന ചിന്തയോടെയാണ് നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ടത്. ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോ 50 വയസ്സായി, ഇനിയിപ്പോ എത്ര ഉണ്ടാവുക, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാ മരിക്കുക എന്നറിയില്ല, അതുകൊണ്ട് എന്തിനാ ഇങ്ങനത്തെ ഒരു വീട്? അങ്ങനെയല്ല, നിങ്ങൾ അത് ചെയ്യുമ്പോൾ നല്ല ഉറപ്പിൽ ചെയ്യണം. നീ ഈ ലോകത്ത് നിന്നും മരിക്കാനേ പോകുന്നില്ല. എന്നാൽ നീ പരലോകത്തിന് വേണ്ടി ചെയ്യേണ്ടത്, നീ നാളെ മരിക്കും എന്ന ലക്ഷ്യത്തോടെയാണ്, വിചാരത്തോടെയാണ് നീ ആഖിറത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരു നിസ്കാരം നിങ്ങൾ നിർവഹിക്കുമ്പോൾ ആ നിസ്കാരം നിങ്ങൾ നിർവഹിക്കേണ്ടത് കഅന്നഹു സ്വലാത്തു മുവദ്ദിഇൻ, കഅന്നക മുവദ്ദിഉൻ ലിസ്സലാത്ത്. നീ ആ നിസ്കാരത്തോട് യാത്ര പറയാൻ, ഇനി നിനക്ക് നിസ്കരിക്കാൻ അവസരം കിട്ടിക്കൊള്ളുന്നില്ല. മഗ്രിബ് നീ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായാലോ, ഇശാ നിസ്കരിക്കുമ്പോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമായാലോ, എന്റെ പ്രിയപ്പെട്ടവരെ, 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ്, 1.5 കൊല്ലം മുമ്പ് ഓരോ വെള്ളിയാഴ്ചയും നമ്മളുടെ പള്ളികളിൽ മയ്യിദ് നിസ്കരിക്കാറുണ്ടായിരുന്നു. മയ്യിദ് നിസ്കാരമാണ്
ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു സിഗ്നൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മയ്യിത്ത് നിസ്കാരിക്കാനുണ്ട് എന്ന് സാധാരണ പള്ളിയിൽ അവസാനമായിട്ടാണ് മയ്യിത്ത് നിസ്കാരത്തിന്റെ കാര്യം പറയാറുള്ളത്. ഇമാം ദുആ ചെയ്ത് ഇനി മയ്യിത്ത് നിസ്കരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ പരമാവധി ആളുകൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകും. സുന്നത്ത് പോലും നിസ്കരിക്കാൻ തയ്യാറാകാറില്ല. ഞാൻ അതിന്റെ ഒരു കാര്യം ഇങ്ങനെ നോക്കുമ്പോ അന്നൊക്കെ എന്റെ പള്ളിയിൽ ഇങ്ങനെ 5, 4, 3, 6 ആളുകൾ, എല്ലാവരുടെ ആഹ്വാനവും മറ്റുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചെഴുതിയെടുത്താലും അത്രയേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇന്ന് ഓരോ ആഴ്ചയും കിട്ടുന്ന മയ്യിത്തുകളുടെ എണ്ണം, നിസ്കരിക്കാനുള്ള മയ്യിത്തുകളുടെ എണ്ണം 15ഉം 18ഉം 20ഉം ഒക്കെയാണ്. റബ്ബിനോട് നമ്മൾ ഇങ്ങനെ വല്ലാത്ത ഒരു വേദനയോടെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ദുആ ചെയ്യുമ്പോ നമ്മളുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു പോകുന്ന കാര്യം, ഈ മയ്യിത്ത് നിസ്കാരത്തിൽ എത്രയോ ചെറുപ്പക്കാരുടെ മയ്യിത്ത് നിസ്കരിക്കാറുണ്ട്. ഒരസുഖവുമില്ലാത്തവർ, അതല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം ബാധിച്ചവർ, നമ്മുടെ കൂടെ കരുത്തായിട്ടുണ്ടായിരുന്നവർ, അള്ളാഹുവിന്റെ ഈ ഒരു തീരുമാനം അത് എപ്പോഴാണ്, എവിടെയാണ്, ആർക്കാണ് എന്നൊന്നും അറിയുകയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ കരുതാറുണ്ടല്ലോ, പടച്ചവനെ ഇവരൊക്കെ നല്ല ആരോഗ്യമുള്ളവരാണ്. അള്ളാഹുവിന്റെ പരീക്ഷണമായി നമുക്കിടയിൽ പലർക്കും കോവിഡ് വന്നപ്പോ 38 വയസ്സുള്ളവർ, 48 വയസ്സുള്ളവർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ നിസ്കാരവും നീ നിർവഹിക്കേണ്ടത് ആ നിസ്കാരം നിന്റെ അവസാനത്തെ നിസ്കാരമായിട്ടാണെന്നാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ, മൂസ അലൈഹിസ്സലാമിന്റെ കഥ, ഞാനതൊന്നും ഇനി വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മ നമ്മുടെ ഉമ്മമാരുടെയൊക്കെ വലിയ ഒരു രൂപം നമുക്ക് അവരിൽ കാണാൻ കഴിയും. എന്താണ്? ഉമ്മയുടെ ആ ഒരു സ്നേഹമുണ്ടല്ലോ, കാരുണ്യമുണ്ടല്ലോ. മൂസ അലൈഹിസ്സലാം അത് അനുഭവിക്കുന്നത് തന്റെ മകനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുവാനുള്ള വലിയ ഒരു തത്രപ്പാടിനിടയിലാണ്. എന്തേ കാര്യം? ഫറോവ് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടി പറന്നു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബനൂ ഇസ്രായേലിലെ ആണുങ്ങളെ ഇങ്ങനെ അവൻ കൊന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ചില ആളുകൾ ചെന്ന് പറഞ്ഞു, നമ്മളെല്ലാ ആൺകുട്ടികളെയും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കിടയിൽ തീരെ ആൺകുട്ടികളില്ലാതെയാവും. അപ്പോൾ പറഞ്ഞു, എങ്കിൽ 1 വർഷം നമുക്ക് ആൺകുട്ടികളെ കൊല്ലാം, അടുത്ത വർഷം ആൺകുട്ടികളെ കൊല്ലാതിരിക്കുകയും ചെയ്യാം. കൊല്ലാൻ തയ്യാറാകാത്ത, കൊല്ലാതെ രക്ഷപ്പെട്ട ആൺകുട്ടികളിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ഹാറൂൻ അലൈഹിസ്സലാം എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാം എല്ലാവരും കുട്ടികളെ കൊല്ലുന്ന ആ വർഷമാണ് ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. എന്താ സംഭവിച്ചത്? എന്റെ കുട്ടിയെ ഞാൻ കത്തിക്ക് വിട്ടുകൊടുക്കില്ല. ഫറോവയുടെ കിങ്കരന്മാരുടെ വാളിന് ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. അവർക്ക് അല്ലാഹു മാനസികമായ ഒരു തോന്നൽ നൽകുകയാണ്, താങ്കളുടെ കുഞ്ഞിനെ നിങ്ങൾ ഒരു പെട്ടിയിൽ അടക്കം ചെയ്യുക. എന്നിട്ട് ആ കുട്ടിയെ നിങ്ങൾ നൈൽ നദിയിൽ ഒഴുക്കുക. ആ നദി ആ കുഞ്ഞിനെ കരക്കെത്തിച്ചുകൊള്ളും. ഉമ്മയുടെ ആ പ്രതീക്ഷ നമ്മൾ കാണണം. അല്ലെങ്കിലും ഉമ്മമാരുടെ പ്രതീക്ഷകളല്ലേ നമ്മളൊക്കെ ആണല്ലോ. നമ്മൾ ആ കുഞ്ഞിനെ കാണുമ്പോ, ഒരു ചെറിയ കുഞ്ഞായിട്ട് നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ ആ ഉമ്മമാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ പ്രതീക്ഷ കൊടുക്കുന്നത്. ഇവൻ ചിരിക്കും, കരഞ്ഞോണ്ടായിരിക്കും ആ കുട്ടി. ഉമ്മാരുടെ പ്രതീക്ഷ ആയിരിക്കും കുറച്ചു കഴിഞ്ഞാൽ ഇവൻ ചിരിക്കും, കുറച്ചു കഴിഞ്ഞാൽ ഇവൻ എഴുന്നേൽക്കും, ഇവൻ നടക്കും, ഇരിക്കും, ഭക്ഷണം കഴിക്കും, എല്ലാം ഒറ്റക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ ആ ഉമ്മമാര് ഈ കുഞ്ഞിനെ കാണുമ്പോ നിരാശരാവുകയാണെന്നുണ്ടെങ്കിലോ എന്തായിരിക്കും ഈ മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ? ആ ഉമ്മമാരിൽ ഒരിക്കലും നിരാശരാവാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ്
മഹദിയായ മൂസാ അലൈഹിസ്സലാമിന്റെ മാതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഞാനത് വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളതിൽ. ഇബ്രാഹിം നബിയാണെങ്കിലും അയ്യൂബ് നബിയാണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ നബിമാരുടെ എല്ലാവരുടെയും കഥകൾ ഇങ്ങനെ വിശദീകരിച്ച് അവരുടെ പേരുകൾ പറഞ്ഞ് ഹബീബായ നബിയോട് പറയുന്ന കാര്യമാണ് ഫബിഹുദാഹു മുഖ്തദി. ഇവരുടെയൊക്കെ മാർഗം നബിയെ അങ്ങ് പിൻപറ്റണം. അതിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ മാർഗമുണ്ട്, അതില് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈ വഴിയുണ്ട്, അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ സന്ദേശമുണ്ട്. എല്ലാവരുടെയും ഫബിഹുദാഹു മുഖ്തദി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിലും ഇതിന് സമാനമായ അവസ്ഥകൾ ഓരോന്നോരോന്നായി കാണുമ്പോ നമുക്ക് അഭയം പ്രാപിക്കാനുള്ളവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. നമുക്ക് കാര്യങ്ങൾ പറയാനുള്ളവൻ, നമുക്കൊരിക്കലും നിരാശരാവാതെ സമീപിക്കാനുള്ളവൻ, കൊടുത്താൽ ഒരിക്കലും തീരാത്ത ഖജനാവുകളുടെ ഉടമയാണ് അല്ലാഹ്. ഒരിക്കലും മറ്റമില്ലാതെ നൽകാൻ കഴിയുന്നവനുമാണ് അല്ലാഹ്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുമ്പോ ഒരിക്കലും അവൻ നിരാശയുടെ ഏറ്റവും മൂർത്തിമൽ ഭാവമായ ആത്മഹത്യയിൽ ഒരിക്കലും അവൻ അഭയം പ്രാപിക്കുകയില്ല. പത്രത്തിൽ നമ്മൾ കാണാറുണ്ട്, കോവിഡ് ബാധിച്ച് ആത്മഹത്യ ചെയ്തു, കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ അതിന്റെ പല കാരണങ്ങളിൽ അവസാനത്തെ ഒരു കാരണമായിട്ട് പറഞ്ഞാൽ മതി. കാരണം അതിന്റെ ആദ്യത്തെ കാരണങ്ങളിൽ പലതും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ആർത്തി, അവന്റെ ദുര, അവന്റെ ആഡംബര ഭ്രമം, അതൊക്കെ കാരണത്താലായിരിക്കും അവൻ അവന്റെ കൊക്കിലൊതുങ്ങാത്തത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അവൻ വലിയ കടത്തിലേക്ക് പോകുന്നത്. അതിന്റെ അവസാനത്തെ കാരണമായിട്ട് പറയാൻ കഴിയുന്ന ഒന്നാണ് എന്ത്? ഇനി ഇതെന്നെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. നമുക്കിടയിൽ എത്രയോ ആളുകൾ അങ്ങനെ കാണാൻ കഴിയും. ഒരു വീട് നിർമ്മിക്കുകയാണ്, അങ്ങനെ കടം വാങ്ങി ഇവരോട് ചോദിച്ചു നോക്കുങ്ങൾ, ഇതെങ്ങനെയാ വീട്ട്? അതൊക്കെ വീടിക്കോളും. അങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ? അതൊക്കെ വീടിക്കോളും, അതൊക്കെ എങ്ങനെയെങ്കിലും ആയിക്കോളും. വീടൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ കടക്കാരോ അതല്ല എങ്കിൽ ബാങ്കുകാരോ ഇതിന്റെ കാര്യങ്ങളുമായിട്ട് സമീപിക്കുമ്പോഴാണ് കൈമലർത്തുന്നത്. പിന്നെ എന്ത് മാത്രമേ മാർഗമുള്ളൂ? ആത്മഹത്യ. നമ്മളതൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ, ഒരു തെറ്റ് ചെയ്യാന്ന് ആലോചിക്കാൻ പറ്റും. വ്യഭിചാരം നഊദുബില്ല, അത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്താലോ അതിനെന്തെങ്കിലും അവസരമുണ്ടോ? പറ്റില്ലല്ലോ. എന്നതുപോലെ തന്നെ അതിന്റെ കൂടെ അല്ലാഹു തആല എണ്ണിയതാണ് ഖത്ലുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ. ഈ ഇരിക്കുന്നവരൊക്കെ അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്കിടയില് ഒരുപക്ഷെ നമ്മളുടെ മക്കളോ നമ്മളുടെ അയൽവാസികളോ നമ്മളുടെ കൂട്ടുകുടുംബങ്ങളോ ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടെയാണത്. ഇത് മാനുഷിക പ്രശ്നം എന്നുള്ളതിലപ്പുറം ഇസ്ലാമികമായിട്ടൊരു മഹാ അബദ്ധമാണ്. എന്താ മുഅ്മിനിന്റെ അടയാളം? വലാ യഖ്തുലൂനൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെയും അവർ കൊല്ലുകയില്ല. ഒരു ഹദീസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരാൾ ഏത് രീതിയിൽ ആത്മഹത്യ ചെയ്താലും ആ രീതിയിലായിരിക്കും അല്ലാഹു നരകത്തിൽ നിന്ന് അവരുടെ ശിക്ഷയെ വിധിക്കുന്നത്. റസൂലുള്ളാഹി പറയാണ്, മൻ തറദ്ദാ മിൻ ജബലിൻ, ഒരാൾ ഒരു മലയുടെ മുകളിൽ നിന്ന് അങ്ങ് താഴേക്ക് ചാടിയാൽ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കയിലേക്ക് ചാടി. ഇന്ന് ഞാൻ ന്യൂസ് കണ്ടു, ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ന്യൂസിൽ കണ്ടു, ഒരാള് കൊക്കയിലേക്ക് ചാടുകയാണെന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് യാ അല്ലാഹ് ബിസ്മില്ല കൊക്കയിലേക്ക് ചാടും. ഇങ്ങനെ പലതും ചാടിയിട്ടുണ്ടെങ്കിൽ അവനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ് അവന് കിട്ടുന്ന ശിക്ഷ, നരകത്തിൽ അവനൊരു പർവ്വതമുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ആ പർവ്വതത്തിൽ നിന്ന് അവനിങ്ങനെ ചാടിയിട്ട് അവന്റെ ശിക്ഷ അനുഭവിക്കും. ഒരാള് വിഷം കഴിച്ചു മരിച്ചാൽ
അള്ളാഹു നരകത്തിൽ അയാൾക്ക് ആ വിഷം കൊടുക്കും. ഒരാൾ കത്തി ഉപയോഗിച്ചോ വാളുപയോഗിച്ചോ സ്വയം ഹത്യ ചെയ്താൽ ഇതിന് സമാനമായ ശിക്ഷകൾ അള്ളാഹു അവർക്ക് നൽകുമെന്ന് ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. അല്ലാഹു തആല ചിലപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ ഒന്നിനും കഴിയാത്ത 10 പൈസ എടുക്കാനില്ലാത്ത ദാരിദ്ര്യത്തിന്റെ അവസ്ഥ നൽകി അവനെ പരീക്ഷിക്കും. അങ്ങനെയാണ് സ്വഹാബികൾക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ അതൊരു പ്രശ്നമായിട്ട് അവർ കണ്ടില്ല എന്നുള്ളതാണ്. ഔ ഫഖ്റൻ മുൻസിയ, ഖിയാമത്ത് നാളിന്റെ മുമ്പുണ്ടാകുന്ന ഒരു പരീക്ഷണമാണ് മുൻസിയായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം. നീ മുഅ്മിനാണ് എന്നുള്ള കാര്യം മറപ്പിച്ചു കളഞ്ഞ, നീ അഭിമാനിയാണ് എന്ന കാര്യം മറപ്പിച്ചു കളയുന്ന, നിനക്ക് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് എന്ന കാര്യം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം, അത് അല്ലാഹു തആല നൽകുന്ന വലിയൊരു പരീക്ഷണമാണ്. പടച്ചോനെ, ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനേ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൽ ഫഖ്റു യൂരിസുൽ കുഫ്റാൻ. കാരണം ഇതിങ്ങോട്ട് വന്നാല് കടായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ജപ്തിയായിട്ടോ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോകും. ഞാൻ പല രോഗികളുടെ കാര്യം ആലോചിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. രോഗികളിൽപ്പെട്ട ചില ആളുകൾ ഉണ്ടാവും, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ചില രോഗികൾക്ക് വലിയ മനക്കരുത്തായിരിക്കും, ചില രോഗികൾക്ക് വല്ലാത്ത നിരാശാബോധമായിരിക്കും. അവരുടെ വർത്തമാനങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ ഒക്കെ അതിങ്ങനെ അനുഭവിക്കാൻ കഴിയും. അപ്പൊ രോഗായിട്ട് കാണാൻ പോകുന്ന ഒരാള് വീണ്ടും വർത്തമാനം പറഞ്ഞിട്ട് അവരെ നിരാശപ്പെടുത്തുകയല്ല, അവരെ സമാധാനിപ്പിക്കുക, അവർക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. രോഗം, ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് പ്രത്യേകിച്ചത് ഈ കാലഘട്ടത്തിൽ നമുക്കിടയിലൊക്കെ വല്ലാതെ അനുഭവിപ്പിക്കുന്ന, നമ്മളെ കാണിച്ചു തരുന്ന പരീക്ഷണങ്ങളാകുന്നു. അവിടെയൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളെയാണ്. നബിയുടെ മദീന പള്ളിയുടെ മാബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്നയുടെ കുറച്ചപ്പുറത്തായി ഉയർന്ന ഒരു തിണ്ണ കാണാൻ കഴിയും. നമ്മൾ ഇങ്ങനെ പള്ളിയിലൂടെ നടക്കുമ്പോൾ ആ തിണ്ണയിൽ ഇങ്ങനെ ആളുകൾ കയറിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആ തിണ്ണയിലുണ്ടായിരുന്നത് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബികളായ അഹ്ലുസ് സുഫ, അഥവാ പല നാടുകളിൽ നിന്നും നബിയുടെ അടുക്കൽ കാണാനും നബിയെ പഠിക്കാനും വന്ന, റസൂലുള്ളാന്റെ പള്ളിയിൽ താമസിക്കാൻ വേണ്ടി വന്ന പാവപ്പെട്ട സ്വഹാബികളായിരുന്നു അഹ്ലുസ് സുഫയിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് നേരാവണ്ണം ഭക്ഷണമില്ല, ഇവർക്ക് വേണ്ട രീതിയിൽ വസ്ത്രമില്ല, ദരിദ്രന്മാരാണ്. പക്ഷേ റസൂലുള്ളാഹി അവരോട് പറയുമായിരുന്നു, അബ്ശിറൂ യാ അസ്ഹാബസ് സുഫ, ഓ സുഫത്തിന്റെ അഹ്ലുകാരേ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും, അവര് പലപ്പോഴും അവരുടെ വസ്ത്രം, അവരിങ്ങനെ നടക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുകൂടെ അവരുടെ ഔറത്ത് കാണുമോ എന്ന് വിചാരിച്ച് അവർ പേടിക്കുമായിരുന്നു. കാരണം അത്രയും ചെറിയ വസ്ത്രം അവർക്കുള്ളത്. അവരുടെ നേതാവായിരുന്നു സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാൻ പറയുന്നുണ്ട്, 2, 3, 4 ആഴ്ചകൾ ഭക്ഷണം കിട്ടാതെ ഞാൻ പലപ്പോഴും ബോധരഹിതനായി വീഴും. ആളുകൾ എന്നെ കുറിച്ച് പറയും, അബൂ ഹുറൈറക്ക് എന്താ അപസ്മാരം ബാധിച്ചിട്ടുണ്ടോ, അബൂ ഹുറൈറക്ക് എന്താ വല്ല ഭ്രാന്തും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് യാതൊരു ഭ്രാന്തുമില്ല, എനിക്ക് യാതൊരു അപസ്മാരവുമില്ല. അത് വിശപ്പ് മാത്രമാണ്, കഠിനമായ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അവർ ബോധരഹിതരായി വീണുപോകുമായിരുന്നു. അപ്പൊ ഇവരെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ശിറൂ യാ അസ്ഹാബസ് സുഫ, സുഫത്തിന്റെ അഹ്ലുകാരെ, നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞവരാവുക. ഫമൻ ബഖിയ മിൻ ഉമ്മത്തി അലൻ നഅതില്ലതി അൻതും അലൈ റാളിയൻ ബിമാ ഹുവ ഫീഹ്, നിങ്ങൾ ഇപ്പോഴുള്ള ഒരവസ്ഥയിൽ
നിങ്ങളുടെ ശേഷം വരുന്ന ആരെങ്കിലും ആയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിൻഗാമികളിൽ ആരെങ്കിലും ദരിദ്രരായി ആ ദാരിദ്ര്യത്തിൽ അവർ സംതൃപ്തരാണ്, എനിക്കിതൊരു പ്രശ്നമായി തോന്നുന്നില്ല എന്ന ചിന്തകളാണ് അവർക്കുള്ളത് എങ്കിൽ ഫഇന്നഹു മിൻ റുഫഖാഇ യൗമിൽ ഖിയാമ നാളിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അവർ എന്റെ കൂട്ടുകാരിൽപ്പെട്ട ആളുകളായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഇന്ന അത്വലകും ഹുസ്നം ഫിദ് ദുനിയാ, ഐഹിക ലോകത്ത് നിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ദുഃഖിതരായ ആളുകൾ നാളെ പരലോകത്ത് അത്വലകും ഫർഹം ഫിൽ ആഖിറ, പരലോകത്ത് അവർക്കായിരിക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഐഹിക ലോകത്ത് റഹ്മാനായ റബ്ബ് ഏത് രീതിയിൽ പരീക്ഷണങ്ങൾ നൽകിയാലും അതിനെയൊക്കെ അതിജയിക്കുവാനുള്ള ഈമാൻ, നിരാശയില്ലാതെ അതിനെയൊക്കെ മറികടക്കുവാനുള്ള ബോധം, അതാണ് മുഅ്മിനീങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറേ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നില്ല. ഒരുപാട് ദിവസം ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തി, ഇനി ഒരിക്കലും മുഹമ്മദിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരില്ല, മുഹമ്മദിന് ഇനി ഒന്നും പുതുതായിട്ട് പറയാനില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് ദുഃഖമായി. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ മറുപടിയുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ വരുമ്പോ വേഗം എടുത്ത് ഖുർആൻ ഓതാൻ പറഞ്ഞാൽ മനസ്സിൽ സമാധാനം വരും. ഖുർആന്റെ പേരിന് ഷിഫ എന്നൊരു പേരുണ്ടല്ലോ, ഖുർആൻ ഷിഫയാണല്ലോ. അത് ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. വല്ലുഹാ, പ്രഭാതം, ഉച്ചയുടെ മുമ്പുള്ള സമയമാണത്. ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വീശി വരുന്ന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ആ രാത്രി, അതിനെയും സത്യം ചെയ്യാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നബിയെ ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈവിട്ടിട്ടില്ല, ഒരിക്കലും അല്ലാഹു അങ്ങയോട് കോപിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ആ സമയത്ത് അങ്ങ് സംതൃപ്തനാകും നബി. അതൊന്നുകിൽ ദുനിയാവിലുള്ള നബിക്ക് നൽകപ്പെടുന്ന നേട്ടങ്ങളാകാം, വലസൗഫ്, ഒരാൾക്കും നൽകപ്പെടാത്ത തുഷാഹെ ഖൂബാ തുജാനെ ജാനാ, തുഷാഹെ ഖൂബാ തുജാനെ ജാനാ, യേ ചെഹര ഉമ്മുൽ കിതാബ് തേരാ. ഹബീബായ റസൂലുള്ളാഹിക്ക് ലഭ്യമാകാത്തതായിട്ടൊന്നുമില്ല, എല്ലാം കിട്ടിയല്ലോ. ഭൗതിക ലോകത്ത് ഒരാൾക്ക് കിട്ടേണ്ട നേട്ടങ്ങളുടെ അത്യുന്നതങ്ങൾ ഹബീബായ നബിക്ക് കരഗതമായി. ഹബീബായ നബിയുടെ പ്രശസ്തിയാണെങ്കിലും നബിക്ക് ലഭ്യമായ കുടുംബ ബന്ധങ്ങളിലൂടെയുള്ള നേട്ടങ്ങളാണെങ്കിലും ഒക്കെ. എന്നിട്ട് മുൻപ് അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട പരീക്ഷണങ്ങളെ, ആ പരീക്ഷണങ്ങളിൽ അള്ളാഹു നബിക്ക് നൽകിയ സഹായങ്ങളെ അള്ളാഹു പറയുകയാണ്. അലം യജ്ദുക യതീമൻ ഫആവാ, നിങ്ങള് യതീമായിരുന്നു, അനാഥനായിരുന്നു, അല്ലാഹു അഭയം നൽകി. വവജദക ളാല്ലൻ ഫഹദാ, യാത്ര ചെയ്യുമ്പോൾ വഴിതെറ്റിപ്പോയ അങ്ങേക്ക് അല്ലാഹു നേരായ മാർഗം കാണിച്ചു തന്നു. വവജദക ആയിലൻ ഫഅഗ്നാ, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് അല്ലാഹു, അങ്ങ് ദരിദ്രനായപ്പോൾ അങ്ങേക്ക് അല്ലാഹു വലിയ ഗിന നൽകി, ഐശ്വര്യം നൽകി. നബി വലിയ കോടീശ്വരനായി എന്നല്ല, നബിയുടെ മനസ്സിന് അല്ലാഹു തആല ഗിന നൽകി. ആവശ്യമുള്ളതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്നത് പോലെ. അപ്പോ ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ചില പാഠങ്ങളാണ്. ഈ ഉമ്മത്ത് നേരത്തെ പറഞ്ഞല്ലോ, പല രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് നേരിടുന്നത്.
നിസ്സാരമായ ഓരോ കാര്യങ്ങളും നോക്കൂ നിങ്ങൾ. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട്, താലിബാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ധ്രുവീകരണത്തിന് പലരും ശ്രമിച്ചു. 96-ലാണ് താലിബാൻ ഉണ്ടാകുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി കേരളത്തിൽ ആദ്യത്തെ താലിബാനിയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായി ഉപയോഗിക്കാനുള്ള ആയുധമായിട്ട് കാണുകയാണ്. എന്നിട്ട് സമൂഹത്തിലുള്ള ഇതര മതവിശ്വാസികളായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെയൊക്കെ ഹൃദയത്തിൽ കണ്ടോ താലിബാന്റെ ആളുകൾ, കണ്ടോ അഫ്ഗാനിസ്ഥാനെ പിന്തുണക്കുന്ന ആളുകൾ. ഇതാണ് അവസ്ഥ. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പലരും ചിന്തിക്കാൻ തയ്യാറാകാറില്ല. എന്താണ് അഫ്ഗാനിസ്ഥാനിന്റെ ഭൂപ്രകൃതി? എങ്ങനെയാണ് 40-40 കൊല്ലായിട്ട് അഫ്ഗാനികൾ ജീവിക്കുന്നത്? ആരാണ് അവിടെയുള്ള യുദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ? എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നത്? എന്താണ് അവരുടെ സ്വഭാവം? ഏത് രീതിയിലാണ് അവർ ആ രാജ്യത്ത് ഇടപെടുന്നത്? ഇതൊക്കെ നോക്കിയിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കേണ്ടതിന് പകരം തീവ്രവാദം, ഭീകരവാദം, ഇസ്ലാം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇപ്പൊ കണ്ടോ, 921 കഴിഞ്ഞിട്ട് 100 വർഷം പിന്നീടാണ് 1921 കഴിഞ്ഞിട്ട് 2021 എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്ന കാര്യം? 921 ആ നടക്കുന്ന മലബാറിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരം അത് മുസ്ലിങ്ങൾ മാത്രം നടത്തിയൊരു കാര്യമായിരുന്നില്ല. മുസ്ലിങ്ങൾ അവിടെ കൂടുതലാണ്. അതിലെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. വാഗൺ ട്രാജഡി എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിച്ചിരിക്കുന്ന, ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുരന്തം, അത് അവര് തന്നെ അങ്ങോട്ട് പേരിട്ടാണ്. അതൊരു ദുരന്തമാണ്, അതൊരു ട്രെയിൻ ദുരന്തം. ഒരു കൊന്നതാണ്. ബ്രിട്ടീഷുകാര് ആളുകളെ വാഗണിലടച്ച്, ഈ ട്രെയിനിലടച്ചിട്ട് കൊന്നതാണ്. ആ വാഗൺ ട്രാജഡി ശുഹദാക്കളുടെ പേരുകളുടെ കൂട്ടത്തില് നായര്, നമ്പൂതിരി, മുസ്ലിങ്ങളല്ലാത്ത എത്ര ആളുകളെ കാണാൻ കഴിയും? ഇതാണ് അവസ്ഥ. വാര്യംകുന്നത്ത് കുഞ്ഞാമദാജി, ആലി മുസ്ലിയാര്, അബൂബക്കർ മുസ്ലിയാര് തുടങ്ങിയ എത്രയോ ആളുകളുണ്ട്. ഉമൈത്താന്റെ അകത്ത് കുഞ്ഞിക്കാദർ, എത്രയോ ആളുകള്. കുറെ ആളുകൾ തൂക്കിലേറ്റപ്പെട്ടു, വെടിവെച്ച് കൊല്ലപ്പെട്ടു. എന്തേ അവരുടെ അതിന്റെ കാരണം എന്തായിരുന്നു നോക്കിയോ? എന്തിനിവർ വെടിവെച്ച് കൊല്ലപ്പെട്ടു? വർഗീയ കലാപമുണ്ടാക്കിയതിനാണോ? ഹിന്ദുക്കളെ കൊന്നതിനാണോ? ഈ നാട്ടില് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നം ഉണ്ടാക്കിയതിനാണ്? ഇവരോടൊക്കെ ആവശ്യപ്പെട്ട കാര്യമാണ്, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പപേക്ഷ നൽകിയാൽ മതി. അവരാരും തയ്യാറാകാത്തത് കൊണ്ടായിരിക്കും അവരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ പേര് നിഘണ്ടുകളിൽ നിന്ന് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നത്. നമ്മൾ നിരാശരാകേണ്ടതില്ല. ഉഹദ് യുദ്ധം കഴിഞ്ഞു ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും പരാജയമുണ്ടായി. അല്ലാഹു തമ്പുരാൻ അവരെ ആശ്വസിപ്പിച്ചു. വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ദുർബലരായി പോകരുതേ, നിങ്ങൾ ദുഃഖിക്കുകയുമരുതേ. വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷേ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു പിറകോട്ടുള്ള പോക്ക്, അത് മുന്നോട്ട് കുതിക്കാനാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ ഉറൂസ് നടത്തിയെങ്കിൽ ഇൻഷാ അല്ലാഹ് മുമ്പ് നടത്തിയതിനേക്കാൾ മനോഹരമായി ബഹുമാന്യനായ സഹൽ ഫൈസിയുടെ നേതൃത്വത്തിൽ, ഇവിടെയുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഇത് അതിവിപുലമായി അടുത്ത വർഷങ്ങളിൽ കൊണ്ടാടാൻ കഴിയും. ആ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കരുത്ത് സമ്പാദിക്കുക. നിങ്ങൾക്ക് ഉഹദിൽ വെച്ച് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്കും മുമ്പ് മുറിവ് പറ്റിയിട്ടുണ്ട്. ആ ജയപരാജയ ദിനങ്ങളെ ജനങ്ങൾക്കിടയിൽ നാം ഇങ്ങനെ ഊഴമാക്കിക്കൊണ്ടിരിക്കും. ഇന്ന് അവന് രോഗം, നാളെ ഇവന് രോഗം. ഇന്ന് അവന്റെ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നു, നാളെ വേറൊരാൾ മരിക്കുന്നു. ദുനിയാവിന്റെ
ക്രമം ഇങ്ങനെയാണ്. നമ്മളതിനെ സ്വീകരിക്കുക, നമ്മളതിനെ ഉൾക്കൊള്ളുക. ഇതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? വലിയഅലമല്ലാഹുല്ലദീന ആമനു, ഈമാനുള്ളവരെ അല്ലാഹു അറിയുന്നതിന് വേണ്ടിയാണ്. വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് അല്ലാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ വലിയുമഹിസല്ലാഹുല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ, മുഅ്മിനീങ്ങളായ ആളുകളെ അല്ലാഹു ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായും അക്രമത്തിന് വിധേയമാക്കപ്പെട്ട് ഒരു സഹായിയും റസൂലുള്ളാഹിന്റെ കൂടെയില്ലാതെ, ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരാളുമില്ലാതെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കഅബ ശരീഫിന്റെ ചുമരിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് ഞങ്ങൾ നബിയുടെ അടുക്കലേക്ക് പോയി നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അങ്ങ് കാണുന്നില്ലയോ? ഞങ്ങൾ ഈ ബുദ്ധിമുട്ടിലാക്കപ്പെടുന്നത് അങ്ങ് അറിയുന്നില്ലയോ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടുമോ നബിയേ? സഹായം തേടുമോ നബിയേ? റസൂലുള്ളാഹിന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന ഞങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബികളെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ, എന്റെ മുൻഗാമികളായ നബിമാരിൽപ്പെട്ട ചില ആളുകളെ ഞാൻ കാണുന്നുണ്ട്. അവരെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു, എന്നിട്ട് വലിയ കുഴി കുഴിച്ചു. ആ കുഴിയിലേക്ക് അവരെ ശത്രുക്കൾ ഇറക്കി നിർത്തി. എന്നിട്ട് വലിയ 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 വാളുകൾ കൊണ്ടുവന്നു, മൂർച്ചയുള്ള വാളുകൾ കൊണ്ടുവന്നിട്ട് രണ്ടു ഭാഗവും അങ്ങനെ മുറിച്ച് അവർ രണ്ടു ഭാഗമായിട്ട് അങ്ങ് മാറുമ്പോഴും അവർ ഒരിക്കലും ഈമാനിൽ നിന്ന് പിറകോട്ട് പോകുന്നില്ല. എന്നിട്ട് പറയാണ്, സ്വഹാബികളെ, ഇങ്ങനെയുള്ള ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നമുക്കൊരു കാലം വരാനുണ്ട്. ഹളർമൗത്തിൽ നിന്ന് സൻആ വരെ സ്ത്രീകൾക്കും ആർക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരവസരം. ആട്ടിനെ പിടിക്കുന്ന ചെന്നായ്ക്കളെയല്ലാതെ ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത ഒരവസരം ഇതാ വരാൻ പോവുകയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് മുഅ്മിനീങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നത്. ഖന്തഖ് യുദ്ധം നടക്കുകയാണ്. ഖന്തഖിന്റെ കിടങ്ങ് കീറിക്കൊണ്ടിരിക്കുകയാണ്. നബി അവരെ നോക്കി നിൽക്കുകയല്ല, നബി അവരോട് കൂടെ നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് കൂടെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ അവരെ കാണുമ്പോ, നബിയെ കാണുമ്പോൾ നബിയുടെ ആ സുന്ദരമായ മേനിയിൽ വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ ഒഴുകുന്നു. നബിയുടെ ശരീരത്തിലൂടെ, ആ മനോഹരമായ ശരീരത്തിലൂടെ കൊണ്ടുപോകുന്ന മണ്ണിങ്ങനെ റസൂലുള്ളാഹിന്റെ ശരീരത്തെ വിവർണമാക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരുമിച്ച് പാടുകയാണ്, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അവരിങ്ങനെ കുഴി കുഴിക്കുമ്പോ, ആ ഖന്തഖിന്റെ കിടങ്ങ് അവര് കീറുമ്പോ, മക്കയിൽ നിന്ന് എല്ലാവരെയും സംഘടിപ്പിച്ച് മദീനയിൽ താമസിക്കുന്ന ഇവരെ ആക്രമിക്കാൻ വരുന്നവരെ തടയാൻ അവരുടെ വഴിയിൽ അവരൊരു കിടങ്ങുണ്ടാക്കുമ്പോ അവർക്ക് ആത്മധൈര്യമുണ്ടായിരുന്നത്, അവരുടെ ശരീരത്തിന് ക്ഷീണമുണ്ടാകാതിരിക്കുന്നത് അവര് പാടിയിരുന്ന കാര്യം എന്താണെന്നറിയോ? നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ ആബദാ. ഞങ്ങൾ ഹബീബായ നബിയോട് സന്ധി ചെയ്തവരാണ്. അവർക്ക് വേണ്ടി റസൂലുള്ള പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ അവർ നിന്നു. അങ്ങനെ അവരിങ്ങനെ കിടങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കിടങ്ങിലതാ വലിയ ഒരു പാറക്കല്ല് കാണുകയാണ്. ആ പാറക്കല്ല് കണ്ടപ്പോ അവർ ഒരുപാട് പരിശ്രമിച്ചു, ഇതെങ്ങനെയാണെന്ന് കൊത്തിമുറിക്കുക. എത്രയായിട്ട് അവർക്ക് അതിന് കഴിയുന്നില്ല. അവസാനം റസൂലുള്ളാഹിനെ വിളിച്ചവർ കൊണ്ടുവന്നു. ഹബീബായ നബിയെ സ്വഹാബികൾ നോക്കി നിൽക്കുമ്പോ അവിടുന്ന് ആ പിക്കാസ് എടുത്തിട്ട് ആ കല്ലിലേക്ക് അങ്ങ് കൊത്തി ബിസ്മി ചൊല്ലിയിട്ട് ഒരു വലിയ വെളിച്ചം അങ്ങ് പോയി. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ വെളിച്ചം നീ കണ്ടോ? ആ വെളിച്ചത്തിൽ അല്ലാഹു തആല കിസ്റയുടെ കോട്ടക്കൊത്തളങ്ങൾ എനിക്ക് മുഴുവൻ അതാ കാണിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു അത് നമ്മെ കൊണ്ട് കീഴടക്കുന്ന
ഒരു ദിവസം വരാനുണ്ട് സൽമാൻ. രണ്ടാമത്തെ ആ കല്ലിലേക്ക് വീണ്ടും അങ്ങ് കൊത്തിയപ്പോ വീണ്ടും ഒരു വെളിച്ചം കാണുന്നു. കൈസറിന്റെ കോട്ടക്കൊത്തളങ്ങൾ എനിക്ക് അല്ലാഹു തആല ആ വെളിച്ചത്തിൽ കാണിച്ചു തരുന്നു. മൂന്നാമത്തെ വെളിച്ചം കാണുമ്പോ മദായിൻ പട്ടണങ്ങളും പരിസര പ്രദേശങ്ങളും എന്റെ റബ്ബെനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ ഒരു സംഘത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് മഹാന്മാരായ സ്വഹാബികൾക്ക് ആവേശം പകർന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു കാലഘട്ടം നിരാശയുടേതല്ല, പ്രതീക്ഷയുടേതാണ്. അതിനു വേണ്ടിയുള്ള അധ്വാനങ്ങളും ഒരുക്കങ്ങളും പാഠങ്ങളും ഒക്കെയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹൽ ഫൈസി ഇതിനുവേണ്ടി എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷം തോന്നി. കാരണം ചെറിയ പരിപാടിയാക്കി നടത്തുമ്പോ സഹൽ ഫൈസി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയും, പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ അനുജനാണെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറയാറുള്ളത് നിങ്ങൾ എന്റെ ജ്യേഷ്ഠനാണെന്ന് പറയാറുള്ളത്. അപ്പോ പ്രായം കൊണ്ടൊരു പക്ഷേ എന്റെ അനുജനാണെന്നുണ്ടെങ്കിലും ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് നന്നായിട്ട് പ്രസംഗിക്കുന്ന ഞങ്ങളെപ്പോലെയൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമില്ല, അദ്ദേഹത്തിന്റെ അധ്വാനം ഗുണകരമാവാറുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ അറിഞ്ഞോളന്നില്ല, അദ്ദേഹം ഈ പ്രസംഗിക്കുന്നതൊക്കെ എഴുതി വെച്ചിട്ട് അത് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഓരോ വെള്ളിയാഴ്ചയും പ്രസംഗിക്കുന്ന ആയിരക്കണക്കിന് ഖത്തീബമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇതങ്ങ് നടന്നു പോലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും എല്ലാ വർഷവും വരുന്ന ഒരാളെന്നുള്ള നിലക്ക് എന്നെ ക്ഷണിക്കാൻ അദ്ദേഹം തയ്യാറായത്, അതുപോലെ ഭാരവാഹികൾ തയ്യാറായത് ഒക്കെ വലിയ സന്തോഷമായിട്ട് കാണുന്നു. അല്ലാഹു ഇത് എല്ലാ വർഷവും തുടരാൻ നമുക്ക് ദീർഘായുസ്സും സമാധാനവും റാഹത്തും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ. ആണ്ട് നേർച്ചയിലേക്ക് ഒരുപാട് ആളുകൾ അരിയും മറ്റുമൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുണ്ട്. പ്രവാസികൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തവരുണ്ട്, വിദ്യാർത്ഥികൾ, അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ മുൻ മുക്രിയായിരുന്ന സെയ്ദു സാഹിബ്, അദ്ദേഹം മരണപ്പെട്ടില്ലേ, അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അതുപോലെ പിന്നെ രാത്രി ഇദ്ദേഹം ബഹുമാനപ്പെട്ട ഫൈസിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മളുടെ ഓൺലൈനായിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് നേർച്ച തുടങ്ങി, ഞങ്ങളുടെ ഈ പരിമിതമായ അവസരത്തിൽ നിന്ന് അല്ലാഹു നീ ഇതിനെ വിജയിപ്പിക്കണേ റഹ്മാനെ, നീ ഇതിനെ ഖൈറിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഈ നേർച്ച മുൻപ് ഞങ്ങൾ നടത്തിയിരുന്നതിനേക്കാളും വലിയ സന്തോഷം ആഹ്ലാദത്തിൽ അവസാനിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ നേർച്ചയ്ക്ക് വേണ്ടി ആരൊക്കെയാണോ സ്വതക്ക നൽകിയിട്ടുള്ളത്, അതിന്റെ ഭക്ഷണത്തിന് വേണ്ടി, ഇറച്ചിക്ക് വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവേ അവരെയൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരുടെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അവർക്ക് വേദനയുണ്ട്. അല്ലാഹുവേ, മുനവ്വർ ഷാ തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ഹക്ക് ജാഹ് കൊണ്ട് അല്ലാഹുവേ അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. വേദനകളെ അകറ്റണേ റബ്ബേ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാ. ദീർഘകാലം ഇവിടെ ഖിദ്മത്ത് ചെയ്ത നിങ്ങളുടെ മുമ്പിൽ ഇമാമായിട്ട് നിന്ന ഹംസ ഫൈസിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ റബ്ബേ. മക്കളുടെ ജോലി, വിവാഹം, മറ്റുള്ള കാര്യങ്ങൾ, കുടുംബ ജീവിതത്തിലൊക്കെ നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വന്തം വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നതിനേക്കാൾ ആവേശത്തോടെ ഈ പരിപാടിയുടെ കാര്യം കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ ബഹുമാന്യനായ ഭാരവാഹികൾ, എനിക്ക് പ്രിയപ്പെട്ട ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ള ഇതിന്റെ ഭാരവാഹികൾ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ, ഖൈറിലാക്കണേ റബ്ബേ. എനിക്ക് കാലങ്ങളായി എനിക്ക് ഏറെ സൗഹൃദമുള്ള പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ പരിചയത്തിൽ വല്ലാതെയൊക്കെ ഉണ്ട്. അല്ലാഹുവേ, അവരെ നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ ഉപ്പമാര്, ഉമ്മമാര്, ഈ നാട്ടിലെ മുൻഗാമികളായ ആയിരക്കണക്കിന് ആളുകൾ ഈ പള്ളിയുടെ ചുറ്റുപാടുകളിലും
അന്തി ഉറങ്ങുന്നുണ്ട് റഹ്മാനെ. അവരിലേക്ക് ഈ പരിപാടിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഖൈറാത്തുകളുടെ സവാബിനെ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാ. അവരുടെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അവരെ നീ അകറ്റണേ റഹ്മാനെ. പടച്ച തമ്പുരാനെ യാ അല്ലാ, ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പടച്ചവനെ കോവിഡിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. മാരകമായ അസുഖങ്ങളിൽ എത്തിക്കല്ല റബ്ബേ. പടച്ചവനെ ഞങ്ങൾ വാക്സിൻ എടുത്തവനാണ്, അത് നീ ഖൈറിലാക്കണേ റബ്ബേ. അത് നീ ഗുണത്തിലാക്കണേ റബ്ബേ. പടച്ചവനെ ആ വാക്സിനേഷൻ ഞങ്ങളുടെ നാട്ടിൽ ഫലവത്താക്കണേ അല്ലാ. ആ വാക്സിനേഷൻ കൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാ. പടച്ചവനെ രോഗികളായ പലരും ഞങ്ങളുടെ കൂടെ ദുആ ചെയ്യാൻ പറഞ്ഞവരിലുണ്ട് റഹ്മാനെ. ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ആരെയും ആ അസുഖത്തിന്റെ ഒരണു പോലും ഇല്ലാതെ കാക്കണേ റഹ്മാനെ. പടച്ചവനെ ഗൾഫിൽ നിന്ന് വന്ന് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി എത്തിക്കണേ റബ്ബേ. പടച്ചവനെ ഖൈറായ വരുമാന മാർഗങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പടച്ചവനെ ഖൈറായ വരുമാന മാർഗങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ആരുടെയൊക്കെ കാര്യത്തിലാണോ ദുആ ആവശ്യമുള്ളത് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും അവരുടെ ഖബർ സ്വർഗ്ഗവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മഹല്ലിൽ ബറക്കത്ത് ചെയ്യ് അല്ലാ. ഈ മഹല്ലിലെ കൃഷികളിൽ ബറക്കത്ത് ചെയ്യ് അല്ലാ. ഈ മഹല്ലിലെ വെള്ളത്തിൽ ബറക്കത്ത് ചെയ്യ് അല്ലാ. ഈ മഹല്ലിലെ ഭക്ഷണത്തിൽ ബറക്കത്ത് ചെയ്യ് അല്ലാ. ഈ മഹല്ലിലെ എല്ലാ ജനങ്ങളിലും ഖൈർ നൽകുക അല്ലാ. ഈ മഹല്ലിലെ എല്ലാ വീടുകളിലും ഖൈർ നൽകുക അല്ലാ. പടച്ചവനെ ആദരണീയനായ സഹൽ ഫൈസിയുടെ ഇവിടെ നടത്തുന്ന ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വവും ഏറ്റവും സ്വീകാര്യോഗ്യമായ അവസ്ഥയിൽ എത്തിക്കണേ റഹ്മാനെ. അദ്ദേഹം നല്ല ഒരു യുവ പണ്ഡിതനാണ്. ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ളവരാണ് നീ ദുനിയാവിലെ ജീവിതത്തിന്റെ കാര്യത്തിൽ. അല്ലാഹുവേ അത് ദീർഘായുസോടെ ആക്കണേ റഹ്മാനെ. സന്തോഷത്തോടെ ആക്കണേ റബ്ബേ. ബറക്കത്തോടെ ആക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം കാത്തിരിക്കുന്നവരാണ്, അത് മരണത്തിന്റെ നിമിഷമാണ്. അതെപ്പോഴെവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുമെന്നതൊക്കെ നിന്റെ തീരുമാനമാണ് യാ അല്ലാ. അത് സംഭവിക്കുമ്പോ അസ്രായീൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ ഇനി ദുനിയാവിൽ ഞങ്ങൾക്ക് ആയുസ്സില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. കലിമ ചൊല്ലി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ യാ അല്ലാഹ്. ഈമാൻ ശക്തിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ യാ അല്ലാഹ്. തഖ്വ ഉറപ്പിച്ചവരിൽ ഉൾപ്പെടുത്തണേ യാ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ ചേർക്കണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.